ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെ സംസ്ഥാനത്തെ പാർട്ടിയിൽ വൻ അഴിച്ചുപണിക്ക് സാധ്യത. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷന്റെ ചുമതലകളിലേക്ക് പൂർണ്ണമായി കടക്കുന്നതോടെ അടുത്തയാഴ്ച പുനഃസംഘടനയുൾപ്പെടെയുള്ള വിഷയം ചർച്ച ചെയ്യാൻ കോർ കമ്മിറ്റി ചേരുമെന്നാണ് മുതിർന്ന നേതാക്കൾ നൽകുന്ന സൂചന. പുതിയ ബി.ജെ.പി. അധ്യക്ഷന് അടുപ്പമുള്ള യുവ നേതാക്കളെ സംസ്ഥാന നേതൃനിരയിലേക്ക് കൊണ്ടുവരാനാണ് പാർട്ടിയിൽ നീക്കം നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് അദ്ദേഹത്തിൻ്റെതായ ഒരു സംഘത്തെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനാൽ പുതിയ ഭാരവാഹികൾ തീർച്ചയായും ഉണ്ടാകും. സംഘടനാ കാര്യങ്ങൾക്കായി ഒരു ഓർഗനൈസിംഗ് സെക്രട്ടറിയെയും നിയോഗിച്ചേക്കും. എന്നാൽ പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുക്കേണ്ടി വരുമെന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. കൂടാതെ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് നായർ സമുദായത്തിന്റെ പിന്തുണ വർദ്ധിപ്പിക്കുമെന്നും ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നായർ സമുദായത്തിൽ നിന്ന് ഒരു നേതാവിനെ ലഭിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എല്ലാ വിഭാഗങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുള്ള നേതാവാണെന്നും ബി.ജെ.പി. സംസ്ഥാന നേതാക്കൾ കരുതുന്നു. NSSുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കാനും തിരഞ്ഞെടുപ്പിൽ അവരുടെ പൂർണ്ണ പിന്തുണ ഉറപ്പിക്കാനും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കും. അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷം ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നായർ സമുദായത്തിന് ലഭിച്ചിരിക്കുകയാണ്. ഈ നടപടി OBC വിഭാഗങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നു എന്നതിനർത്ഥമില്ല. OBC നേതാക്കൾ പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയിട്ടും ഈ വിഭാഗങ്ങളിൽ ബി.ജെ.പിക്ക് കാര്യമായ മുന്നേറ്റം കൈവരിക്കാൻ പാടുപെടുകയാണ് ഉണ്ടായത്. സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി ശ്രേണ വ്യവസ്ഥ പ്രധാന വിഷയമാണ്. എല്ലാ ജാതികളുടെയും സമുദായങ്ങളും അംഗീകാരം നേടണമെങ്കിൽ ഉയർന്ന ജാതി പശ്ചാത്തലം അനിവാര്യമാണെന്നാണ് ഒരു മുതിർന്ന ബി.ജെ.പി. നേതാവ് പറയുന്നത്. കൂടാതെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ശ്രീ നാരായണ ഗുരുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പ്രസംഗം SNDPയെയും ഈഴവ സമുദായത്തെയും ഒപ്പം നിർത്തുമെന്നതിന്റെ സൂചന കൂടിയാണ് നൽകുന്നത്. അതേസമയം രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാരോഹണത്തോട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും അനുകൂലമായാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നതും ഓർക്കണം. BDJS രൂപീകരണത്തിന് പ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഇതിനു പുറമെ NSSുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ പുതിയ പ്രസിഡന്റിന് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്ന് ബി.ജെ.പി. നേതാക്കൾ കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം കേരളത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. കേരളത്തിൽ വളർന്നുവരുന്ന മധ്യവർഗവും യുവാക്കളിലുമാണ് ബി.ജെ.പി. പ്രതീക്ഷ പുലർത്തുന്നത്. ഈ വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ ഉറപ്പിക്കുക എന്നതിന് പുതിയ തന്ത്രങ്ങൾ തീർച്ചയായും ആവശ്യമാണ്. ഇത്തരത്തിലുള്ള മധ്യവർഗങ്ങൾ ആഗ്രഹിക്കുന്ന നേതാവിനായുള്ള എല്ലാ ഗുണങ്ങളുമുള്ള വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നാണ് നേതാക്കളുടെ അഭിപ്രായം. അതേസമയം കേരളത്തിലെ മധ്യവർഗത്തിന് CPMനോട് താല്പര്യം കുറവാണ്. എന്നാൽ ഇവരിൽ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷത്ത് സജീവവും. തൃശൂർ ഒഴികെയുള്ള മേഖലകളിൽ ബി.ജെ.പിക്കുള്ള ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പിന്തുണയും പരിമിതമാണ്. മുസ്ലിം വിഭാഗത്തിൽ സ്വാധീനം ഇല്ലെന്ന് തന്നെ പറയാം. ഈ സാഹചര്യങ്ങളെല്ലാം മറികടക്കാൻ രാജീവ് ചന്ദ്രശേഖർ എന്ന മുഖത്തിന് കഴിയും. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. പ്രത്യയശാസ്ത്രമുള്ള ആളല്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പരാമർശം പോലും ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി. നേതാക്കൾ. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ആയതോടെ നിരവധി മാറ്റങ്ങൾ ബി.ജെ.പിയിൽ വരുമെന്നും കൂടുതൽ ജനങ്ങൾ ബി.ജെ.പിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്.